ഹലോ ഓൾ. ഞാനൊരു ഓണർഷിപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതെൻ്റെ പുതിയ സ്കോഡ റാപ്പിഡാണ്. കഴിഞ്ഞ ഡിസംബറിൽ എടുത്തതാണ്. ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം അടുക്കുന്നു. 7000 കിലോമീറ്ററോളം ഇപ്പോൾ ഓടിയിരിക്കുന്നു. സോ ഇത് മോണ്ടി കാർലോ വെർഷനാണ്. 1 ലിറ്റർ TSI എൻജിനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ. സോ ഇത് മോണ്ടി കാർലോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡ് മിറേഴ്സ്, അതുപോലെ തന്നെ റൂഫ് ടോപ്പ്. ഇതും ബ്ലാക്ക് കളറാണ്. ഇത് സ്റ്റിക്കറല്ല. പഴയ മോണ്ടി കാർലോയ്ക്ക് അതൊരു സ്റ്റിക്കറായിരുന്നു, ഡീലർ എഡീഷൻ ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം ഫാക്ടറിയിൽ നിന്ന് തന്നെ പെയിൻറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ ഗ്രില്ലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ബാക്കിയുള്ള മോഡൽസിലുള്ള ക്രോം ബീഡ്സും ഇതിൽ ബ്ലാക്ക് ഡോട്ടാണ്. പിന്നെയുള്ളത് ഈ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഈ പറയുന്ന ലിപ് സ്പോയിലേഴ്സ് ഉണ്ട്. ഇത് ഫാക്ടറി ഫിറ്റഡ് അല്ല, ഇത് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. അതൊരു 3M സ്റ്റിക്കറാണ്, അത് വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ്. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അലോയ് വീൽസ് ചേഞ്ച് ഉണ്ട് വെൻ കമ്പയർഡ് ടു ദ പ്രീവിയസ് മോണ്ടി കാർലോ. ഇത് ഫുൾ ബ്ലാക്ക് ആണ്, ഓൾമോസ്റ്റ് സൂപ്പർബിൻ്റെ അലോയ്സിൻ്റെ ഡിസൈനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഏറ്റവും താഴെ ഒരു അഡീഷണൽ ഒരു ബ്ലാക്ക് ഒരു പീസ്, അതും പുതുതായിട്ട് വന്നതാണ് മോണ്ടി കാർലോയിൽ, ഫാക്ടറി അഡീഷനാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ലിപ് സ്പോയിലേഴ്സ്, ഇതും ഫാക്ടറിയിൽ നിന്ന് ഫിറ്റഡ് അല്ല, പക്ഷേ വണ്ടിയുടെ കൂടെ തന്നെ അവർ അയക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡിഫ്യൂസേഴ്സ്, ഈ താഴെ കാണുന്ന ഡിഫ്യൂസർ, ഇതെല്ലാം വണ്ടിയുടെ കൂടെ വരുന്നതാണ്. ഡീലർ എന്നിട്ട് മാറ്റി ഫിറ്റ് ചെയ്യുന്നതാണ്. സോ അതാണ് ഒരു മോണ്ടി കാർലോ വേരിയൻറ്റിൽ കാണാൻ പറ്റുന്ന ചേഞ്ചസ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള മോണ്ടി കാർലോ ഈ ഒരു ബാഡ്ജ് പണ്ട് തൊട്ടേ ഉള്ളതാണ്. സോ ദേ ഹാവ് റീറ്റെയിൻഡ് ഇറ്റ്. പിന്നെയുള്ള എക്സ്റ്റേണൽ ആക്സസറീസ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന സീറ്റ് കവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വരുന്ന 2 കുഷ്യൻസ് ഉണ്ട്. സീറ്റ് കവേഴ്സ് ഇത് വണ്ടിയുടെ കൂടെ വരുന്നതാണ്, ഡീലറാണ് ഇത് പിടിപ്പിക്കുന്നത്. ഫാബ്രിക് സീറ്റാണ് ഇതിൻ്റെ അടിയിൽ. സോ ദിസ് ഈസ് എ ഡീലർ ഫിറ്റിംഗ് ബട്ട് സെൻഡ് ഫ്രം ഫാക്ടറി. പിന്നുള്ള ഈ ബി പില്ലറിലുള്ള ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഇതെല്ലാം ആക്സസറീസ് ആയിട്ട് വരുന്നതാണ്. സ്കോഡ ആക്സസറിയുടെ കൂടെ തന്നെ വരുന്നതാണ്, അലോങ് വിത്ത് മാറ്റ്സ്. പിന്നെ ഇതിനകത്തൊരു ചേഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐ ലൈക്ക് ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ്. റൂഫ് ലൈനിങ്ങും കൂടെ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ലവ്ഡ് ഇറ്റ്. ബട്ട് ഈ താഴത്തെ പോർഷൻസ്, ഈ മാറ്റ്, ഇതെല്ലാം ബ്ലാക്ക് ആയിരിക്കുന്നത് നല്ല രസമുണ്ട്. പിന്നെ എക്സ്റ്റീരിയറിനെ പറ്റി പിന്നെ പറയുകയാണെങ്കിൽ ഒരു കാര്യമുള്ളത്, ആൻറ്റിന ഈസ് സ്റ്റിൽ ദ ഓൾഡ് ലോങ് ആൻറ്റിനയാണ്, ഷാർക്ക് ഫിൻ അല്ല. സൂപ്പർബിനും ഒക്ടാവിയക്കെല്ലാം ഷാർക്ക് ഫിന്നാണ് വരുന്നത്. ഐ ബോട്ട് വൺ, ബട്ട് ഇതുവരെ ഇത് പിടിപ്പിക്കാനുള്ള സമയവും സാഹചര്യവും കിട്ടിയിട്ടില്ല. സോ നമുക്കിപ്പോൾ അതൊക്കെ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് കയറാം. സോ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോ ഫങ്ഷനുണ്ട്. ഹെഡ്ലൈറ്റ്സിന് ഓട്ടോ ഫങ്ഷനുണ്ട്, അതുപോലെ തന്നെ വൈപ്പേഴ്സിന് ഓട്ടോ ഫങ്ഷനുണ്ട്. പിന്നെ ഓട്ടോ ഡേ ലൈറ്റ് ഡിമ്മിങ് മിററുണ്ട്, റിയർ വ്യൂ മിററുണ്ട്. പിന്നെ ഓട്ടോ ഫോൾഡിങ് മിറേഴ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചിലരെങ്കിലും നോട്ടീസ് ചെയ്താണ് ഈ ഒരു സിസ്റ്റം യൂഷ്വലി മോണ്ടി കാർലോയിൽ വരുന്നത് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. ദിസ് ഈസ് RCD സിസ്റ്റം. ഇത് സ്റ്റോക്കായിട്ട് വണ്ടിയുടെ കൂടെ വരുന്ന സിസ്റ്റമാണ്. അത് ഡീലർ മാറ്റി ഫിറ്റ് ചെയ്യുന്നതാണ് മറ്റേ ആൻഡ്രോയിഡ് സിസ്റ്റം. സോ ആൻഡ്രോയിഡ് സിസ്റ്റം അലോങ് വിത്ത് വണ്ടിയാണ് അവർ ഷിപ്പ് ചെയ്യുന്നത്. ഡീലർ എന്നിട്ടത് മാറ്റി ആൻഡ്രോയിഡ് സിസ്റ്റം പിടിപ്പിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ആൻഡ്രോയിഡ് സിസ്റ്റത്തിനെ കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള റിവ്യൂസ്, എവറിബഡി വാസ് ഗിവിങ് റോങ്, നെഗറ്റീവ് റിവ്യൂസ് ഫോർ ദാറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞ് ഞാൻ ഈ RCD സിസ്റ്റം തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. സോ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിനകത്ത് പിടിപ്പിച്ചിട്ടില്ല. സോ യൂഷ്വൽ RCD സിസ്റ്റമാണ് നോർമലി നമുക്ക് കിട്ടുന്ന സെയിം സംഭവം തന്നെ. പിന്നെ ഉള്ളത് ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ മിറർ. വലിയ കാര്യമൊന്നുമില്ല, എനിക്കിതുവരെ യൂസ് വന്നിട്ടില്ല. പിന്നെ ഉള്ളത് ലൈറ്റ്സ് എല്ലാം പഴയ പോലെ തന്നെ. ഒരു സൺഗ്ലാസ് ഹോൾഡറില്ല ഇവിടെ. ബാക്കിയുള്ള
ഹാൻഡിൽസൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ഡാംഡാണ്. പിന്നെ സീറ്റ് ബെൽറ്റ്സൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ എൻ്റെ പഴയ വണ്ടി എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്കതുണ്ട്, ഹോണ്ട സിറ്റി ആണ് എൻ്റെ നേരത്തെ വണ്ടി, 4th ജനറേഷൻ. സോ വെൻ കമ്പയർ ടു ദാറ്റ് ഇത് ചെറിയ വണ്ടിയാണ്, നീളത്തിലും വീതിയിലും അകത്തുള്ള സ്പേസിലും എല്ലാം ചെറിയ വണ്ടിയാണ്. പക്ഷേ വെൻ യു ഡ്രൈവ് ഇറ്റ് ദിസ് ഫീൽസ് ലൈക്ക് എ മച്ച് ബിഗർ കാർ. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇറ്റ്സ് എൻ എ ഡിഫറെൻറ്റ് ലെവൽ. അത് നമുക്ക് ഫീൽ ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഈവൻ എൻ്റെ മെയിൻ ഒരു പ്രശ്നം ഓപ്റ്റിംഗ് ഫോർ ദിസ് കാർ വാസ് ഇറ്റ്സ് 1 ലിറ്റർ എൻജിൻ. സോ എനിക്ക് 1.5 1 ലിറ്ററിലേക്ക് വരുമ്പോൾ ആ ഒരു ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ബട്ട് വെൻ ഐ ടെസ്റ്റ് ഡ്രൈവ് ഇറ്റ് ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ദ വേ ഇറ്റ് ഹാൻഡിൽസ്, എല്ലാവരും പറയുന്നു സ്കോഡയുടെ റാപ്പിഡ് ഇറ്റ്സ് എൻ്റെ സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫാണ്. പക്ഷേ വെൻ കമ്പയർഡ് ടു ഹോണ്ട സിറ്റി ദിസ് ഈസ് എ മച്ചുവേർഡ് സസ്പെൻഷൻ. ഇത് സ്റ്റിഫും അല്ല, ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് സോഫ്റ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് സ്റ്റിഫ്. ഇതൊരു കറക്റ്റ് ഒരു പക്ക മച്ചുവേർഡ് സസ്പെൻഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോ ആണ്. പക്ഷേ വെൻ കമ്പയർഡ് ടു ഹോണ്ട സിറ്റി ആൻഡ് ഓൾ കുറച്ച് തണുപ്പിക്കുന്നത് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹോണ്ട സിറ്റിയിൽ 25 ഇട്ടാൽ പോലും നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിലൊരു 23 ഇട്ടാൽ പോലും അത്രയും എത്തുന്നില്ല. അതെനിക്കൊന്ന് പൊതുവേ ഫോക്സ് വാഗൺ സ്കോഡ വണ്ടികൾക്കെല്ലാം ഉള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും പറയാറുള്ള പോലെ ഈ AC വെൻസ് കുറച്ച് ഫ്രജൈലായിട്ട് തോന്നുന്നു. പിന്നെ ഐ ഡോണ്ട് ചേഞ്ച് ഇറ്റ് മച്ച്. ലൈക്ക് ഞാൻ ഇതിൻ്റെ ഡയറക്ഷൻ ഒരുപാടൊന്നും ചേഞ്ച് ചെയ്യാറില്ല. ഒരു ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് ചേഞ്ച് മച്ച്. സോ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ ഈ സാധനം ബ്രേക്കായി പോയിട്ടുള്ളത് പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൺ തിങ്. ബാക്കിയുള്ളതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന റൂഫ് ലൈനിങ്ങിൻ്റെയൊക്കെ ആ ഒരു ടഫ്നെസ് ആണെങ്കിലും അതൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. ബിൽഡ് ക്വാളിറ്റി I would give 100 marks for it, out of 100 definitely, when compared to my previous vehicles. Like മുന്നേ ഉണ്ടായിരുന്നത് മാരുതി ഉണ്ടായിരുന്നു, മാരുതിയുടെ ഓൾട്ടോ വാഗണാർ, സ്വിഫ്റ്റ്, പിന്നെ ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റീനെ ഒരു കുറ്റവും പറയാനില്ല. ഫോർ ദ പ്രൈസ്, ഈവൻ നോട്ട് ഫോർ ദ പ്രൈസ്, ഫോർ ദ സെഗ്മെൻറ്റ് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ്. പിന്നെ നോക്കുമ്പോൾ ബാക്കിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം വെൻ കമ്പയർ ടു ഹോണ്ട സിറ്റി ഇതിൻ്റെ സ്പേസ് അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു സ്പേസിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹോണ്ട സിറ്റി ആയിട്ട് ഇത് വളരെ മോശമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇറ്റ്സ് ലീവ് ബിഹൈൻഡ്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഞാനതിനെ കൺസിഡർ ചെയ്തിട്ടില്ല. ഞാൻ കൂടുതലും ഒരു ഡ്രൈവിംഗ് ഫൺ ആഗ്രഹിച്ച് മേടിച്ചൊരു വണ്ടിയാണ്. എനിക്ക് ഓടിച്ചപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മേടിച്ചൊരു വണ്ടിയാണ്. ഐ ആം സ്റ്റിൽ ലവിങ് ഇറ്റ്. എൻ്റെ ഹോണ്ട സിറ്റിക്കകത്തൊരു ഓഡിയോ സിസ്റ്റം ഞാൻ കേട്ടിരുന്നു, ഒരു ജർമ്മൻ റെയിൻബോ ബ്രാൻഡ് വിത്ത് പൈനിയർ ഹെഡ് യൂണിറ്റ്. സോ ഐ ലവ് മ്യൂസിക്. പക്ഷേ എനിക്ക് ആ വണ്ടി എടുക്കണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പം എപ്പോഴും ഇതാണ് ഫസ്റ്റ് കയ്യിൽ വരുന്ന വണ്ടി. നമ്മൾ മറ്റേത് അത്ര മനസ്സിനെ നിർബന്ധിച്ചെടുത്താൽ മാത്രമേ ഹോണ്ട സിറ്റി ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. പക്ഷേ ഇത് ഈവൻ ഫോർ എ ഷോർട്ട് ഡ്രൈവ്, ഐ യൂസ് ടു ഗോ ഫോർ ലോട്ട് ഓഫ് ഷോർട്ട് ഡ്രൈവ്സ് ഈ പറയുന്ന വീക്കെൻഡ്സിലൊക്കെ. പക്ഷേ എപ്പോഴും ഈ പറയുന്ന ഈ വണ്ടി തന്നെയാണ് ഞാൻ എടുക്കാറുള്ളത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ചെറുതാണ് കമ്പയർ ടു ഹോണ്ട സിറ്റി. പക്ഷേ അതിൻ്റെ ആ ഒരു ഇവിടെയുള്ള ഈ കട്ടും ഈ കോണ്ടൂസും എല്ലാം, അതുപോലെ ലെതർ ഫിനിഷ്. ഐ വാസ് നോട്ട് എ ഫാൻ ഓഫ് ഫ്ലാറ്റ് ബോട്ടം. ഇപ്പോഴും എനിക്കൊരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഫുൾ ഒരു ടേൺ കഴിഞ്ഞിട്ട് നമ്മൾ വിട്ട് കഴിയുമ്പോൾ സ്റ്റിയറിംഗ് സെൽഫ് സെൻറ്റർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ആ പരിപാടിയിൽ ബേസിക്കലി നമ്മളിങ്ങനെ കൈ വെക്കുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല. നമ്മുടെ റൗണ്ട് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത്ര ഒരു പെർഫെക്റ്റ് അല്ല. ബട്ട് സ്റ്റിൽ അതർവൈസ് അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് ഗ്രേറ്റ്. സെൽഫ് സെൻറ്ററിങ് അടിപൊളിയാണ്. നല്ല കൃത്യമായിട്ട് സെൽഫ് സെൻറ്റർ ചെയ്യുന്ന സ്റ്റിയറിംഗ് ആണ്. അതുപോലെ നല്ല ഒരുപാട് ഫീഡ്ബാക്ക് ഒന്നും ഇല്ലെങ്കിലും നല്ല ഒരു കട്ടിയുണ്ട്. ഈ പറയുന്ന ഒരു വെയിറ്റ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് കട്ടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട് ഈ വണ്ടി, എസ്പെഷ്യലി വിത്ത് സ്റ്റിയറിംഗ് ആൻഡ് ഓൾസോ വിത്ത് സസ്പെൻഷൻ സെറ്റപ്പ്. സസ്പെൻഷനെ കുറിച്ച് എന്താ ഇതിന് പറയുക, അതൊരു
ഫീൽ ചെയ്താൽ മാത്രം നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അതെനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ പറയുന്ന ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിലൊന്നും അത്ര വലിയ കുറച്ച് ഗട്ടറുകളൊക്കെ ഉണ്ട്. അത് ഞാൻ ഹോണ്ട സിറ്റിയിൽ ഫസ്റ്റിൽ പൊയ്ക്കൊണ്ടിരുന്നു, ഈവൻ ഫോർ സെയിം വിത്ത് ദ മാരുതി വെഹിക്കിൾസ്. കാരണം നമുക്കൊരു ഫ്രജൈലാണ് വണ്ടിയെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഒരുപാട് ഇളക്കങ്ങൾ, ഈവൻ ചാടുന്നതാണെങ്കിൽ പോലും ഒരു എന്താ പറയുക, നമുക്ക് വല്ലാതെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് വളരാതെ ഇങ്ങോട്ട് കിട്ടും. പക്ഷേ ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിൽ പൊയ്ക്കൊണ്ടിരുന്ന അവിടെ എനിക്ക് സെക്കൻഡിലോ തേർഡിലോ പോയാൽ പോലും നമുക്ക് ഇങ്ങോട്ടൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. സസ്പെൻഷൻ അബ്സോർബ്സ് എവറിത്തിങ്, ഒരു നല്ല മച്ചുവേർഡ് സസ്പെൻഷൻ. പക്ഷേ അത് എന്താ പറയുക, നമുക്കത് സോഫ്റ്റായിട്ട് ചിലപ്പോൾ തോന്നും, എസ്പെഷ്യലി ഓൺ ദിസ് ബ്രോക്കൺ റോഡ്സ്. പക്ഷേ വെൻ യു ബിൽഡ് അപ്പ് ദ സ്പീഡ് ആൻഡ് കോർണറിങ്ങിലൊക്കെ വരുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റിഫായിട്ട് തോന്നും. എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല, സസ്പെൻഷനെ സോഫ്റ്റ് എന്ന് വിളിക്കണോ സ്റ്റിഫ് എന്ന് വിളിക്കണോ. ഐ ക്യാൻ സേ ഇറ്റ്സ് മച്ചുവേർഡ് ആക്ച്വലി. ഐ തിങ്ക് ദാറ്റ്സ് ദ ബെറ്റർ വേർഡ്. പിന്നെ ഉള്ളത് എല്ലാ പവർ വിൻഡോസും ഓട്ടോ അപ്പ് ഡൗൺ ഉണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന കീക്കകത്ത് അൺലോക്കിൽ ഫുൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിൻഡോസും താഴെ എത്തും. അതുപോലെ തന്നെ താഴെ എത്തുമ്പോൾ ഈ പറഞ്ഞ കുറച്ച് നല്ല സൗണ്ട് ഉണ്ട് ഇതിൻ്റെ വർക്ക് ചെയ്യുമ്പം. അതുപോലെ തന്നെ ലോക്ക് ബട്ടനെ പ്രസ് ചെയ്യുമ്പം എല്ലാം കയറി വരികയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പലർക്കും ഡൗട്ടുള്ള, ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ കാണുന്ന ഈ രണ്ട് സംഭവങ്ങൾ എൻ്റെ അസംഷൻ അനുസരിച്ച് ഇത് മോഷൻ സെൻസറാണ്. ഈ വണ്ടിയിലൊരു മോഷൻ സെൻസറുണ്ട്. അതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളീ കാണുന്ന ക്യാമറ ഉണ്ടല്ലോ, ഇത് ഡാഷ് ക്യാമാണ്. ഇതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ വണ്ടിയിലും ഈ സെയിം വണ്ടി തന്നെ ഡാഷ് ക്യാം ഉണ്ട്. പുള്ളിയുടെ ഒരു ദിവസം വണ്ടി ഇങ്ങനെ വെറുതെ വീട്ടിലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് താഴേക്ക് വീണു. അപ്പം ഇത് വീണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ഹോൺ അടിക്കും. നമ്മുടെ ഈ അലാം സിസ്റ്റം ഇല്ലേ, അത് ഓണായതുപോലെ ഭയങ്കര ഹോൺ ശബ്ദവും ഒക്കെ കേൾക്കാൻ തുടങ്ങി. എന്താ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ സംഭവം ഇങ്ങനെ തൂങ്ങി ആടുകയാണ്. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ സംഭവം മനസ്സിലായത്. അതായത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇത് ഡിസേബിൾ ചെയ്യാനുള്ള സ്വിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്തൊരു മോഷൻ സെൻസർ ഉണ്ട്. അപ്പം നമ്മളിത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും അനക്കോ ഈ പറയുന്ന ഡോർ തുറക്കുവോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ വണ്ടി ഇതുപോലെ ഈ പറയുന്ന സിസ്റ്റം എൻഗേജ്ഡ് ആവും. അപ്പം എനിക്കൊന്ന് ടോ ചെയ്യുമ്പോഴും അങ്ങനത്തെ സെയിം പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെ ഡിസേബിൾ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കിപ്പോൾ വണ്ടിക്കകത്ത് ആൾക്കാരെ ഇരുത്തിയിട്ട് ഈ പറയുന്ന ഇത് കുറച്ച് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു ലൈറ്റ് എത്തും. അപ്പോൾ അത് ഡിസേബിൾ ആവും. പിന്നെ ഇത് പറഞ്ഞാൽ ആൾക്കാർക്കകത്തിരുന്ന് അനങ്ങാം, തുറക്കാം. അപ്പോൾ ഒന്നും ഈ പ്രശ്നങ്ങളില്ല. അതിനുവേണ്ടിയാണ് ഈ സ്വിച്ച്. എന്നോട് പറഞ്ഞത് ഇത് ABS ഡിസേബിൾ ചെയ്യുന്ന സ്വിച്ച് എന്നാണ്. പക്ഷേ എനിക്ക് പിന്നെയാണ് ഈ സംഭവം മനസ്സിലായത്. എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ആർക്കെങ്കിലും ഈ പറയുന്ന സ്വിച്ചിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഇതിനു വേണ്ടിയാണ്. ഈ പറയുന്ന ഈ സേഫ്റ്റി സിസ്റ്റം ഡിസേബിൾ ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി ഇൻ ദീസ് കൈൻഡ് ഓഫ് കണ്ടീഷൻസ്. അതായത് ഇപ്പം അകത്തിരിക്കുന്നുണ്ട്, നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോകണം, അങ്ങനെയുള്ള കേസസിൽ ഈ പറയുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈ സൗണ്ട് കേൾക്കും. അപ്പോൾ അതിനെ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയുള്ള ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഉള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മളിപ്പം 4 സൈഡ് ഇൻഡിക്കേറ്റർ ഇടുവാണെങ്കിൽ ഇട്ട് കിടക്കുന്ന വഴിയുടെ സൈഡിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന കാര്യം പലപ്പോഴും ഓർക്കാറില്ല. അതുപോലെ തന്നെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ റൈറ്റ് ഇൻഡിക്കേറ്റർ മാത്രം കത്തും, ഈ പറഞ്ഞ 4 സൈഡ് ഇൻഡിക്കേറ്റർ ഡിസേബിൾ ആവും. പക്ഷേ പിന്നെ ഈ ലോക്ക് മാറി കഴിയുമ്പോൾ വീണ്ടും 4 സൈഡ് ഇൻഡിക്കേറ്റർ കത്തും. അങ്ങനെയുള്ള കുറേയധികം ഗുഡ് ടു ഹാവ് ഫീച്ചേഴ്സ്, അതായത് നമ്മൾ ശ്രദ്ധിക്കാവുന്ന പോകുന്ന കുറേയധികം ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഓവർ എൻജിനീയർഡ് എന്ന് വേണമെങ്കിൽ പറയാം, എങ്കിലും ഇറ്റ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ഫീൽ ഗുഡാണ് ശരിക്കും പറഞ്ഞാൽ ആ ഫീച്ചേഴ്സ്. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബേസിക് ടച്ച് പോയിൻറ്റ്സ്, എല്ലാ ടച്ച് പോയിൻറ്റ്സും ഈ പറയുന്ന സ്റ്റിയറിംഗ് ആണെങ്കിലും ഗുഡ് ടു ഹോൾഡ്. പിന്നെ അതുപോലെ തന്നെ ഗിയർ ലിവേഴ്സ്, ഇതിൻ്റെ ഈ ഫിനിഷ് എല്ലാം കൊള്ളാം. ഈ പറയുന്ന ഒരു ലെതർ അപ്പോൾസ്ട്രി എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഗുഡ് ടു ഹോൾഡ്. ആക്ച്വലി ഇറ്റ്സ് ഒരു മീറ്റി ചങ്കി ഗിയർ ലിവറാണ്. പിന്നെ അതുപോലെ ഇതൊരു ആഫ്റ്റർ തോട്ടാണ് എങ്കിലും ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് ആക്ച്വലി. കാരണം നമുക്കിതിൻ്റെ ഈ പറയുന്ന ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് വെച്ചാൽ ഇവിടെ സെറ്റ് ചെയ്യാം, ഇനി അതെല്ലാം പൊങ്ങി വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി തരുന്നുള്ളൊരു ആൻഡ്രസ്റ്റ് ആയതുകൊണ്ട് ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. കാരണം നമുക്ക് ഈ ഹൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നല്ല ഗിയർ ചേഞ്ച് ചെയ്യാനും എല്ലാം ഉള്ള ഒരു ഇത് തരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. ഞാനത് ഇപ്പം എൻ്റെ ഡാഷ് ക്യാമിൻ്റെ
കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പം സിസ്റ്റത്തിലിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, കാർപ്ലേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഉണ്ടെന്ന് പറയുന്നു. സോ ആൻഡ്രോയിഡ് ഓട്ടോ എനിവേ ഉണ്ട്, യൂസ് ചെയ്യുന്നതാണ്. SD കാർഡ് ഉണ്ട്, ഓക്സ്, അതുപോലെ തന്നെ USB. സോ ഇതാണ് പൊതുവേ ഞാൻ SD കാർഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം USBs പൊതുവേ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആ ഒരു നീറ്റ് ഫീൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ SD കാർഡാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഐ കുഡ് ഹാവ് ഗോൺ ഫോർ എ ബ്ലാക്ക് കളർ, ബട്ട് എനിക്കിത് പണ്ട് ഉണ്ടായിരുന്നതായതുകൊണ്ട് ഐ എം യൂസിങ് ദറ്റ് വൈറ്റ് കളർ. സോ അതാണ് ബേസിക് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ. പിന്നെ മൊത്തത്തിലുള്ള ഒരു ബ്ലാക്ക് തീം ഉള്ളതുകൊണ്ട് ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് എന്നെ കൂടുതൽ ഈ ഒരു മോഡലിലേക്ക് അടുപ്പിച്ചത്. കാരണം എനിക്ക് ബ്ലാക്ക് ഇൻറ്റീരിയർസ് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് കാറ് ഉണ്ട്, എൻ്റെ ഹോണ്ട സിറ്റി ബ്ലാക്ക് ആണ്, പക്ഷേ ഇറ്റ്സ് എ നൈറ്റ് വെയർ ടു മെയിൻറ്റെയിൻ. ബട്ട് ബ്ലാക്ക് ഇറ്റ്സ് വെൽ മെയിൻറ്റെയിൻഡ്. ഇറ്റ്സ് വേറൊന്നും അതിന് പകരം വെക്കാനില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ബ്ലാക്ക് ഈസ് മൈ ഫേവറേറ്റ് കളർ. സോ ദാറ്റ്സ് അബൌട്ട് ദ ഇൻറ്റീരിയർ. ഇനി നമുക്ക് താങ്ക് യു. ഇനി നമുക്ക് വണ്ടിയിലൊരു ഡ്രൈവിന് പോവാം. സോ ഇത് സ്റ്റാർട്ടാകുന്ന സമയമാണ്, കോൾഡ് സ്റ്റാർട്ടാണ്. ഇതിപ്പം സ്റ്റാർട്ടായി, ടെമ്പറേച്ചറൊക്കെ ഏകദേശം സെറ്റായി. അതിന് ശേഷം ഇപ്പം ഒരു 1000 RPM വണ്ടിയുടെ ഐഡിൽ RPM വരുന്നത്. ഏകദേശം ആ ഒരു ലെവലിലാണ് അത് വരിക. അത് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് പ്രിറ്റി കൊള്ളാം. വെൻ കമ്പയർ ടു ഹോണ്ട സിറ്റി അത്ര ഇല്ലെങ്കിലും ഒരു 3 സിലിണ്ടർ എൻജിൻ എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ബെറ്റർ. ആ ഒരു NVH ഒക്കെ അവർ കൺട്രോൾ ചെയ്തിരിക്കുന്നത് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡ്രൈവിന് പോയി നോക്കാം. എല്ലാവർക്കും ഉള്ളൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എനിക്കറിയാം ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും വൈപ്പർ സ്റ്റോക്സിൻ്റെയൊക്കെ ഒരു പ്ലേസ്മെൻ്റ് ആയിരിക്കും. എനിക്ക് ആദ്യമേ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ നൗ ഐ എം ഓക്കെ. ഇപ്പം ഹോണ്ട സിറ്റി ഇത് മാറി ഓടിച്ചാൽ നമുക്ക് ആ ഒരു ബോധം ബ്രെയിനിൽ കയറിയിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എസ്പെഷ്യലി ഈ പറയുന്ന ഇങ്ങനത്തെ ഉള്ള റോഡുകളിൽ ഇങ്ങനെയുള്ള ചാട്ടങ്ങളൊക്കെ ഞാൻ ഹോണ്ട സിറ്റിയിലൊക്കെ ഫസ്റ്റിൽ, കാരണം നമുക്ക് ഒരു ഫ്രജൈൽ ഫീലിംഗ് ഉണ്ട്. ഹോണ്ട സിറ്റിക്കാണെങ്കിലും മാരുതി വണ്ടികൾക്കൊക്കെ ആണെങ്കിലും ആ ഒരു ഫ്രജൈൽ ഫീലിംഗ് നമുക്ക് കിട്ടും. പക്ഷേ ഇത് ഭയങ്കര, നമുക്കൊരു ചാട്ടം ചാടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സംഭവം നല്ല കൊള്ളാം, നല്ല വെൽ ബിൽറ്റ് ആണെന്ന് ഉള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ശരിക്കും ഈ ചാട്ടങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇങ്ങോട്ട് ഫീല് കിട്ടുന്നില്ല. അതായത് ഹോണ്ട സിറ്റിയിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കറിയാൻ പറ്റും ഈ റോഡ് അത്യാവശ്യം നല്ല പോയതാണ്. പക്ഷേ ഇതിനകത്ത് വണ്ടി ഓടിക്കുമ്പം ആ ഒരു ഫീലെന്ന് പറയുന്നത് ഭയങ്കര ഒരു വ്യത്യാസമാണ്. ആ ഒരു ചാട്ടങ്ങളൊക്കെ വളരെ കുറവാണ്. കുറേ കൂടെ നല്ല മച്ചുവേർഡ് സസ്പെൻഷനാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ മാരുതി വണ്ടികളും ഹോണ്ട സിറ്റിയാണ് എൻ്റെ പ്രീവിയസ് വണ്ടികൾ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓട്ടോ ഹെഡ് ലാംപ്സ് ഓണാണ്, അതുകൊണ്ടാണ് ഇപ്പം മൊത്തത്തിലൊരു കാറ് മൂടി കിടക്കുകയാണ്. അപ്പം ഓട്ടോ ഹെഡ് ലാംപ്സ് ഓണാണ്, അതുകൊണ്ടാണ് അത് ഓണായിട്ടിരിക്കുന്നത്. ഈ പറയുന്ന ഇത്രയും ചെറുതായിട്ടൊന്ന് മൂടിയാൽ തന്നെ ഹെഡ് ലാംപ്സ് ഓണായി വരും. എൻജിൻ അത്യാവശ്യം ഓട്ടത്തിൽ അത്യാവശ്യം നല്ലപോലെ NVH ഒക്കെ അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഈ ചില്ല് തുറന്നിട്ട് ഓടിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. കാരണം എൻജിൻ അത്യാവശ്യം സൗണ്ടുണ്ട്. അത് പക്ഷേ അകത്തേക്ക് അധികം വരുന്നില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ഗ്ലാസ് എല്ലാം കെട്ടിയിട്ട് ഓടിക്കുമ്പോൾ ഈ പറയുന്ന പോലെ അകത്തേക്ക് അധികം വരുന്നില്ല. അത് പഴയ ഒരു ഹോണ്ട സിറ്റി ബ്ലാക്ക് ഡോൾഫിൻ മോഡൽ അല്ലേ. സോ അകത്തേക്ക് അധികം വരുന്നില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ പറയുന്ന 3 സിലിണ്ടർ ഫീൽ കിട്ടാത്തതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ പറയുന്ന ഐസൊലേറ്റഡ് ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ് ഉള്ളിൽ. പക്ഷേ ഇത് പറഞ്ഞ പോലെ തുറന്നിടുവാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം ഉണ്ട്. ഞാനിപ്പോൾ ഗ്ലാസ് തുറന്നിട്ട് കാണിക്കാം, നിങ്ങൾക്ക് കിട്ടുമോയെന്ന് എനിക്കറിയില്ല ഈ ക്യാമറയിൽ.
ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ തുറന്നിട്ട് ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ സൗണ്ട് വ്യത്യാസം നമുക്ക് ഫീലാവും. ആൻഡ് ഡ്രൈവിങ് ചെയ്യുമ്പോൾ ഞാൻ പറയും, ജസ്റ്റ് ഫോർ എ ടെസ്റ്റ് ഡ്രൈവിലാണെങ്കിൽ ഇങ്ങനത്തെയുള്ള കുറച്ച് വണ്ടികൾ ഓടിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഫീൽ എന്താണ്, ഈ പറയുന്ന സ്റ്റിയറിങ്ങിൻ്റെ ഒരു പ്രിസിഷനും ഈ പറയുന്ന സസ്പെൻഷൻ്റെ ട്യൂണിങ് കാര്യങ്ങൾ ഇങ്ങനത്തെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഫോർ ടെസ്റ്റ് ഡ്രൈവിംഗ് ഇറ്റ് സെൽഫ് ഒരു നല്ല ഇതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ കുറച്ച് ദൂരത്തേക്ക് നമുക്ക് ഓടിക്കാൻ കിട്ടുകയാണെങ്കിൽ, കാരണം ഇതൊക്കെ തരുന്ന ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. ശരിക്കും 1 ലിറ്റർ എഞ്ചിനാണ്, ടർബോയുടെ വ്യത്യാസമുണ്ട്, ടോർക്ക് കൂടുതലാണ്, പവർ ഹോണ്ട സിറ്റിയേക്കാളും കുറവാണെങ്കിലും ടോർക്ക് നല്ല കൂടുതലുണ്ട്. അതിൻ്റെയൊക്കെ ആ ഒരു ഓടിയറിൽ കിട്ടുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ന്യൂ റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും. അതുപോലെ തന്നെ സ്പീഡ് നന്നായിട്ട് ഇത് മാസ്ക് ചെയ്യും. അതെനിക്ക് ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ശരിക്കും നമുക്ക് ഹോണ്ട സിറ്റിയിലൊക്കെ ഒരു 60 പോകുന്ന ഒരു ഫീല് ഇതിനകത്തൊരു 80-90 പോകുമ്പോൾ ആ ഒരു സ്പീഡേ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സ്പീഡ് നോക്കുമ്പോഴാണ്, പിന്നെ അതുപോലെ നല്ലപോലെ സ്പീഡ് കയറുന്നുമുണ്ട്. ഈ പറഞ്ഞ 1 ലിറ്റർ ആ ഒരു കോൺസെപ്റ്റ് എന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇത് ഓടിച്ചതിന് ശേഷമാണ് 1 ലിറ്റർ അല്ലേ ഉള്ളൂ എന്നൊരു, ഈ പറയുന്ന പഴയ വാഗണാറിനേക്കാളും ചെറിയ എൻജിൻ എന്ന് വേണേൽ പറയാം. പക്ഷേ പവർ ആൻഡ് ഫീൽ അടിപൊളിയാണ്. അതുപോലെ നല്ലപോലെ റെവി എന്നൊരു എൻജിനുമാണ്. ഈ പറഞ്ഞ പോലെ റെവ് മാച്ചിങ് ഒക്കെ ചെയ്യാനാണെങ്കിലും കൊള്ളാം. ഈ നാച്ചുറൽ ആസ്പിറേറ്ററിൻ്റെ അത്രയൊരു ഫണ്ണ് കിട്ടുന്നില്ല എങ്കിലും ഓക്കെയാണ്. കാരണം ഒരുപാട് നമുക്ക് റെവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വേണ്ട 60 ഇപ്പോൾ 80 എത്തി. ഈ പറഞ്ഞ പോലെ ആ ഒരു സ്പീഡ് കയറുന്നത് അതിനെടുക്കുന്ന ടൈം അത് കംപ്ലീറ്റ്ലി ഭയങ്കര വ്യത്യാസമാണ് വെൻ കമ്പയർഡ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ്. അതിനൊരു ഫണ്ണുണ്ട്. നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിൻസിന് ശരിയാണ്, അതിൻ്റേതായ ഫണ്ണുണ്ട്. പക്ഷേ ടർബോ ചാർജ്ഡ് എൻജിൻസിന് ദർ ഇസ് അനദർ ഫൺ. അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എൻജിൻസ് ഈ പറയുന്ന ഒരു 6000 RPM അല്ലെങ്കിൽ 4000 5000 ആ ലെവലിൽ നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫണ്ണ് ഒരു ഫണ്ണാണ്. പക്ഷെ ഇതൊന്നും അത്ര കഷ്ടപ്പെടണ്ട എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എനിക്ക് ഇതുവരെ ഓടിച്ചതെന്ന് മനസ്സിലായത്, നമ്മൾ സ്പീഡിൽ പോകാനായിട്ട് അധികം കഷ്ടപ്പെടണ്ട ഈ ടർബോ ചാർജ്ഡ് എൻജിൻസ്. അതായത് മറ്റേ ഇപ്പോൾ ഹോണ്ട സിറ്റി ആണെങ്കിലും സ്പീഡ് കയറും. പക്ഷേ ഈ പറയുന്ന ഒരു 4000 അല്ലെങ്കിൽ 5000+ RPM കയറുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ മാക്സിമം പവറും ടോർക്ക് കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നമുക്കെപ്പോഴും നമ്മളതിനെ നല്ലപോലെ വർക്ക് ചെയ്യണം. ആ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ്. ബട്ട് ദാറ്റ് എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ഈസ് വെരി ഗുഡ് ആക്ച്വലി. പക്ഷേ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യണം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഒരിക്കലും. ഈ പറയുന്ന 2000 RPM മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് പവറായി, അതിൻ്റെ പവർ ബാൻഡിലേക്ക് കയറി കഴിഞ്ഞു നമ്മൾ. അതുപോലെ തന്നെ ഈ പറയുന്ന കൂടുതൽ ടോർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന കഷ്ടപ്പാടൊന്നുമില്ല. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ റോഡുകൾക്ക് ഈ പറയുന്ന ഇതുപോലത്തെ ചെറിയ റോഡുകളും അതുപോലെ വണ്ടികളും ഉണ്ട്. അങ്ങനെയുള്ള റോഡുകൾക്ക് ശരിക്കും ടർബോ ചാർജ്ഡ് എൻജിൻസ് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. കറക്റ്റ്ലി സ്യൂട്ടബിൾ ആണ്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കയറി പോവാം. എൻജിൻസിനെ പോലെ അത്ര കഷ്ടപ്പെട്ട് കാല് ചവിട്ടി കയറ്റി അങ്ങനെ ഒരു ഈസ് ഓഫ് ഡ്രൈവിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശരിക്കും ഈ പറയുന്ന ടർബോ ചാർജ്ഡ് എൻജിനിലാണ്. കാല് കൊടുത്ത് കഴിയുമ്പം മൈലേജ് കുറവ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് വൺസ് ഇൻ എ വൈൽ ഒരു ഫണ്ണ് വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് കാല് കൊടുക്കാം. പക്ഷേ ഒരുപാടൊന്നും കാല് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 5th ഗിയറിലായി ഈ അത്യാവശ്യം ഒരു കയറ്റം പോലെ ഉള്ള സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പോകുന്നത് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 80 കിലോമീറ്റേഴ്സിലാണ്. പക്ഷേ ഇറ്റ് ഫീൽസ് ലൈക്ക് എ 40 അല്ലെങ്കിൽ ഒരു 50. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. അത് ശരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പോഷർ അടിപൊളിയാണ്. കമ്പോഷർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഈ വളവും തിരിവൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലെടുത്താലും എൻ്റെ കമ്പോഷർ വളരെ നല്ലതാണ്. മൊത്തത്തിലൊരു ഇരുത്തം വന്ന ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സസ്പെൻഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മച്ചുവേർഡ് എന്ന് പറയുന്നത് തന്നെയാണ് നല്ലൊരു ആപ്റ്റായിട്ടുള്ളൊരു വേർഡ്.
ഇതിനേക്കാളും മച്ചുവേർഡായിട്ടുള്ള സസ്പെൻഷൻസ് കാണും, പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഏറ്റവും മച്ചുവേർഡായിട്ടുള്ള സസ്പെൻഷനായിട്ട് എനിക്ക് തോന്നിയത് ശരിക്കും റാപ്പിഡിൻ്റെ ആണ്. ഇതിപ്പോൾ ആ വണ്ടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം ബ്രേക്ക് ഇടേണ്ടി വരുന്നത്. പക്ഷേ അതർവൈസ് നമുക്ക് ഈ വളവൊക്കെ നല്ല സ്പീഡിൽ എടുക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമുക്കതൊരു എന്താ പറയുക, നമ്മൾ ഭയങ്കര റിസ്ക് എടുക്കുന്നതായിട്ട് ഒരിക്കലും തോന്നില്ല. ഞാൻ ഈ വഴിക്കാണ് മിക്കപ്പോഴും ഓടിക്കാൻ പോകാറുള്ളത്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ഈ വഴിക്കാണ്. അതിന് മുമ്പ് ഹോണ്ട സിറ്റി മിക്കപ്പോഴും ഈ വഴിക്ക് കൊണ്ടുപോകാമായിരുന്നു. ഈ പറയുന്ന വളവും തിരിവും ഉള്ള ഈ വഴി നല്ല രസമാണ് പോകാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ശബരിമല റൂട്ടാണ്. പൊൻകുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് എരുമേലിക്ക് പോകുന്ന റൂട്ടാണിത്. അതിപ്പം നല്ലപോലെ ടാറൊക്കെ ചെയ്ത് ടാർ ചെയ്തെന്ന് മാത്രമല്ല, ബേസിക്കലി ഈ വളവും തിരിവും വരുമ്പോൾ ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാൻ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇതുവരെയുള്ള ഒരു ഓണർഷിപ്പ് റിവ്യൂ. ഇതുവരെയുള്ള ഓണർഷിപ്പ് വഴി ഐ എം ഹാപ്പി ബിക്കോസ് ഓൾറെഡി ഞാൻ സർവീസ് പാക്കേജ് എടുത്തിരുന്നു. സോ സർവീസ് ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാവുമെന്ന് ഈ പറയുന്ന ഡിസംബറൊക്കെ ആയതിന് ശേഷമേ അറിയാൻ സാധിക്കുള്ളൂ. ബട്ട് ഐ എം ഹാവിങ് ഹൈ ഹോപ്സ്. കാരണം എല്ലായിടത്തുനിന്നും അവർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണ് റിവ്യൂസ് കിട്ടുന്നതും. സോ ലെറ്റ്സ് സീ. അതുപോലെ തന്നെ ഓട്ടോ വൈപ്പേഴ്സാണ്. ഞാനിപ്പോൾ അത് ഓട്ടോ വൈപ്പേഴ്സ് ഓണാക്കിയത്. അപ്പോൾ ഈ പറഞ്ഞ മഴ വരുമ്പോൾ തന്നെ ഓണാവുന്നു. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞാൽ എന്തിനാണ് എന്ന് ഫസ്റ്റ് തോന്നിയിരുന്നു. പക്ഷേ ഈ പറഞ്ഞാൽ നമ്മൾ പലതും അറിയാതെ തന്നെ ഇതെല്ലാം ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ എന്താ പറയുക, ലൈറ്റ് കുറയുമ്പോൾ ഓണാവുന്ന ഹെഡ്ലൈറ്റ്സ്, മഴ വരുമ്പോൾ തന്നെ ഓണാവുന്ന വൈപ്പേഴ്സ്, നമുക്ക് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതെല്ലാം ഗുഡ് ടു ഹാവ് ഫീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും ഇത് വേണം, ഇതില്ലാതെ പറ്റില്ല എന്നില്ല. പക്ഷേ ഇതെല്ലാം ഗുഡ് ടു ഹാവ് ആണ്. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പണ്ട് തൊട്ടേ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം ഗുഡ് ടു ഹാവ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ ഓട്ടോ ഫോൾഡിങ് മിറേഴ്സ്, അത് ശരിക്കും ഗുഡ് ടു ഹാവ് എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പം കൂടുതലൊരു നെസസിറ്റി പോലെ ആയി മാറി. കാരണം എസ്പെഷ്യലി സിറ്റീസിലൊക്കെ ഉള്ളപ്പോൾ ഈ ചെറിയ റോഡുകളിലേക്കൂടെയൊക്കെ കയറി പോകുമ്പോൾ ഒന്ന് സൈഡ് കൊടുക്കണമെങ്കിൽ തന്നെ ഈ സംഭവം എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് നമുക്ക് കുഴപ്പമില്ല, ഡ്രൈവറിന് തന്നെ മടക്കി വെക്കാം. പക്ഷേ ലെഫ്റ്റ് സൈഡ് ഈ പാസഞ്ചർ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. അല്ലെങ്കിൽ ആ സൈഡ് തട്ടുവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഇതാകുമ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇതെല്ലാം ഗുഡ് ടു ഹാവ്. ഓട്ടോ ഫോൾഡിങ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ടു ഹാവിനേക്കാളിലും വേണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ. അത് ഹോണ്ട സിറ്റിക്ക് അതില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇത് യൂസ് ചെയ്തതിന് ശേഷം ഹോണ്ട സിറ്റി യൂസ് ചെയ്യുമ്പം ആ ഒരു ചില റോഡുകളിലൂടെയൊക്കെ കയറുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ആവശ്യങ്ങൾ വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്കത് ഈ പറഞ്ഞാൽ ഒരു മിസ്സിങ് തോന്നുന്നുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഡ്രൈവ്, റോഡ്സ് കുറച്ച് ഓപ്പൺ അപ്പായി. 60-ലാണ് നമ്മളത് വളയുന്നത്. പക്ഷേ ഇറ്റ് ഡസൻറ്റ് ഫീൽ ലൈക്ക് ദാറ്റ്. നമ്മൾ നല്ല കൺട്രോൾ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു ഹാൻഡ്ലിംഗ് ഉള്ളൊരു കാറാണ്. ഐ തിങ്ക് ഇറ്റ്സ് മോസ്റ്റ്ലി ഡ്യൂ ടു ദ സസ്പെൻഷൻ. അത് ഒരിക്കലും വണ്ടിയുടെ വെയിറ്റ് ഉണ്ട് എങ്കിൽ പോലും വെയിറ്റിനെ മാസ്ക് ചെയ്ത് തന്നെയാണ് ആ സസ്പെൻഷൻ ഇരിക്കുന്നത്. നമുക്ക് കുറേ കൂടെ അജയിലായിട്ട് തോന്നുന്നുണ്ട്. ഹോണ്ട സിറ്റി പോലെ തന്നെ നല്ല അജയിലാണ്. ഇത് സസ്പെൻഷൻ കൊള്ളാം. ഈ പറഞ്ഞ പോലെ മോശം റോഡുകളിൽ അത്യാവശ്യം എല്ലാം അത് നമ്മളെ കൊക്കോൺ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ടൈറ്റ് കോർണേഴ്സിലൊക്കെ ആണെങ്കിലും എൻജിൻ സൗണ്ടുണ്ട്. 3 സിലിണ്ടർ ആണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ എൻജിന് സൗണ്ടുണ്ട്. സൗണ്ട് ഇല്ല എന്നൊരിക്കലും പറയില്ല. ഹോണ്ട സിറ്റിയിൽ നിന്നൊക്കെ അങ്ങനത്തെയുള്ള വണ്ടികളിൽ നിന്ന് ഇതിലേക്ക് വന്ന് ഈവൻ പലരും ചോദിക്കാറുണ്ട്, ഈ പറഞ്ഞ ഡീസൽ എഞ്ചിനാണോ? പുറത്ത് നിൽക്കുന്നവർക്ക് ഇതൊരു ഡീസൽ എഞ്ചിനായിട്ട് തോന്നും. നമ്മൾ ഐഡിലിൽ കുഴപ്പമില്ല, വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ട് ഓടിക്കുമ്പോൾ പൊതുവെ അങ്ങനെ ഓടിക്കാറില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട്. സൗണ്ട്
സൗണ്ട് ഇല്ലയെന്ന് ആരും പറയില്ല. ചെയ്തുണ്ടോ? ആ ഓവർടേക്സ് ഒക്കെ പെട്ടെന്ന് കഴിയുന്നുണ്ട് ടർബോ ചാർജ്ഡ് എൻജിൻസിൻ്റെ. ഞാൻ പണ്ട് ഇതിനൊക്കെ എതിരായിരുന്നു, ഈ പറയുന്ന പ്യൂരിറ്റി, നാച്ചുറൽ, ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളുടെ പുറകെയായിരുന്നു. പക്ഷേ ഓടിച്ചു കഴിയുമ്പം അതിന് ഫണ്ണില്ലാന്ന് ഒരിക്കലും ഞാനിപ്പോഴും പറയില്ല. പക്ഷേ ഇതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടണ്ട. ഈ പറയുന്ന ഈ സെയിം ഫൺ കിട്ടാൻ വേണ്ടി ടർബോ ചാർജർ എൻജിനിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ടോർക്കാണ് മെയിൻ. പവർ എന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള റോഡുകളിൽ എനിക്ക് കൂടുതലും തോന്നുന്നത് ടോർക്ക് ഉള്ളപ്പം കയറി പോകാനൊക്കെ ആണെങ്കിലും, എസ്പെഷ്യലി ഓവർടേക്കിങ്സ്, നമുക്ക് കുറച്ച് അധികം സമയമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ റോഡുകളിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തീർത്തോണം, അല്ലെങ്കിൽ പിന്നെയും ബാക്കിൽ കിടക്കും. അങ്ങനെ ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ഫൺ ആക്ച്വലി. നിങ്ങൾ ഓടിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഇത് 80 ആണ്, ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് നമുക്കൊരു 60 എനിക്ക് അത്രയൊക്കെ തോന്നുന്നുള്ളൂ വെൻ കമ്പയർഡ് ടു ഹോണ്ട സിറ്റി. ഈവൻ നോട്ട് ടു ഹോണ്ട സിറ്റി, പക്ഷേ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്പീഡിനെ കുറിച്ചുള്ള ഒരു അസംഷൻ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ, അത് മാറ്റിമറിക്കും ഇങ്ങനെയുള്ള വണ്ടികളിൽ, എസ്പെഷ്യലി യൂറോപ്യൻ കാർസ്. ആ ഒരു സ്പീഡിനെ കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റ് ഭയങ്കര വ്യത്യാസം വരും. നമുക്ക് തന്നെ എനിക്ക് എന്താ പറയുക, നമുക്ക് ആ ഒരു റിലേറ്റിവിറ്റി നമുക്ക് റിലേറ്റീവ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു ഇതിലേക്ക് വരുന്നുണ്ട്. അതായത് സ്പീഡ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പണ്ട് വിചാരിച്ചിരുന്ന 80-ലുള്ള ഒരു ഫീൽ, അതും ഇപ്പോഴത്തെ ഒരു ഫീലും തമ്മിൽ നല്ല വ്യത്യാസമാണ്. ഫോർച്യൂണർ, വോൾവോ, എന്ത് വലുപ്പമല്ലേ! ടയറൊക്കെ കണ്ട ശരിക്കൊരു ലോറിയുടെയൊക്കെ ടയർ പോലെ. എനിക്ക് അതിൻ്റെ ലൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇതുപോലെ LED ലൈറ്റ്സ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തേ, ഇതിന് വെൻഡോയ്ക്ക് LED ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ സ്കോഡയുടെ റാപ്പിഡിന് ഈവൻ അറ്റ് ടോപ്പ് എൻഡ് ആയിട്ടുള്ള മോണ്ടി കാർലോയിൽ പോലും LED ട്രീറ്റ്മെൻറ്റ്സ് ഇല്ല. ഹെഡ്ലൈറ്റ്സ് ഇപ്പോഴും ഹാലജൻ തന്നെയാണ്. പ്രൊജക്ടേഴ്സ് ഉണ്ടെങ്കിലും അതുപോലെ വെട്ടം വളരെ കുറവാണ്. ഈവൻ കമ്പയർഡ് ടു ഹോണ്ട സിറ്റിയിൽ എനിക്ക് ഒരുപാട് വെട്ടം കുറവ് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈവൻ കമ്പയർഡ് ടു ദാറ്റ് ഇത് കുറേ കൂടെ വെട്ടം കുറവാണ് ഹെഡ്ലൈറ്റ്സിന്. അതുപോലെ ബ്രേക്ക് ലൈറ്റ്സ് ആണെങ്കിലും LED അല്ല, ഹാലോജൻ തന്നെയാണ്. അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ, അതെന്തിനാണെന്ന് എനിക്കും അറിയില്ല. വെൻഡോയ്ക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് റാപ്പിഡിന് കിട്ടുന്നില്ല? പണ്ട് ആക്സിഡൻറ്റിൽ വരെ കിട്ടിക്കൊണ്ടിരുന്ന ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻസ് അല്ലേ, ഇതൊക്കെ ഇപ്പോൾ ഒക്ടാവിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കിട്ടും അല്ലേ? കാലം പോയ പോക്ക്. ടച്ച് സ്ക്രീൻ എല്ലാ വണ്ടിയിലും കിട്ടും, പക്ഷേ ഈ പറയുന്ന ഇൻഡിപെൻഡൻസ് ഇപ്പം തന്നെ 80-ലെത്തി. അതാ നമുക്ക് ആ ഒരു സ്പീഡിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഭയങ്കര ചേഞ്ച് ആയിരിക്കും. നിങ്ങളിത് ഈ എസ്പെഷ്യലി ജർമ്മൻ വണ്ടീസ് ഒന്നും ഓടിച്ചിട്ടില്ലെങ്കിൽ, ഇത് ജർമ്മൻ എന്ന് പറയാൻ പറ്റില്ല, ഷെക്കാണെങ്കിലും പേരൻറ്റ് കമ്പനി ജർമ്മൻ ആയതുകൊണ്ട് ജർമ്മൻ എന്ന് വിളിക്കാം. എസ്പെഷ്യലി ഇത് വെൻഡോ തന്നെയാണല്ലോ. സസ്പെൻഷന് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. വെൻഡോയും റാപ്പിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റാപ്പിഡ് കുറച്ചുകൂടെ ഒരു സ്റ്റിഫ്നെസ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ചിലപ്പോൾ പലത് വിട്ടുപോയി കാണുമായിരിക്കാം, എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതിനി കുറച്ച് മോശം വഴികളിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് കവർ ചെയ്തുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ ടു സം ഇറ്റ് ഓൾ, I am not regretting
ഒരു മിനിറ്റ് പോലും ഒരു തരത്തിൽ പോലും എനിക്ക് റിഗ്രറ്റ് ഇല്ല ആസ് ഓഫ് നൗ. ബട്ട് ഐ നോ കുറച്ചൊക്കെ എന്താ പറയുക, നമ്മുടെ സ്ഥിരം കേൾക്കാറുള്ള സ്കോഡയുടെയൊക്കെ ഹൊറർ സ്റ്റോറീസ് എപ്പോഴും ഉണ്ടല്ലോ, ഏത് ഫോറം എടുത്താലും കാണാം കേൾക്കാം. അതെല്ലാം പാർട്ട് ഓഫ് ഇറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിലേക്ക് വന്നത്. ബട്ട് ആസ് ഓഫ് നൗ ഒരു എൻ്റെ ആഗ്രഹങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഡ്രൈവിംഗ് ഫൺ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ ഈ ചാട്ടമൊന്നും ഹോണ്ട സിറ്റിയിൽ ഇങ്ങനെ ചാടിച്ചിട്ടേ ഇല്ല. കാരണം ഇത് ഭയങ്കര കമ്പോസ്ഡാണ്. ഒരു ചാട്ടം ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ ഇറ്റ്സ് വെരി കമ്പോസ്ഡ്. ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശരിക്കും നമുക്ക് ആ ഒരു ബാക്കിയുള്ള വണ്ടികളുടെയൊക്കെ ആ ഒരു കമ്പോഷറുമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വളരെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അപ്പോൾ ഞാൻ പിന്നെയും കാട് കയറി പോന്നു. സോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻസിൽ ചോദിക്കുക. സോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നിങ്ങൾ വാട്ട് ഈസ് ദ എക്സ്പീരിയൻസ് ടിൽ നൗ, വിൽ യു റെക്കമെൻഡ് ഇറ്റ് ടു സംവൺ എൽസ്? ഐ തിങ്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ വേറൊരു റാപ്പിഡ് വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ വണ്ടി ഈ പറഞ്ഞ പോലെ എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ യെസ് ഫ്രം മീ. ഒരിക്കലും സർവീസിൻ്റെയോ അങ്ങനെയുള്ള കേസസിലൊന്നുമല്ല. ഇറ്റ്സ് ഓൺലി അബൌട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഫൺ ടു ഡ്രൈവ് കാർ, ഫൺ ടു ഡ്രൈവ് സെഡാൻ ആണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പുതിയ ഹോണ്ട സിറ്റി ഞാൻ ഓടിച്ചിരുന്നത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട് സസ്പെൻഷൻ. അതുകൊണ്ട് ആ ഒരു ഡ്രൈവിംഗ് ടൈറ്റ്നെസ് കുറച്ച് പോയിട്ടുണ്ട്. പക്ഷേ അത് മോസ്റ്റ്ലി ഒരു എയിംഡ് അറ്റ് ഫാമിലിയാണ്. പക്ഷേ എഞ്ചിൻ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഐ ടെക്കിൻ്റെ ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഫൺ ഉണ്ട് ഓടിക്കുമ്പോൾ. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, അത് ടോട്ടാലിറ്റി നോക്കുമ്പം എഞ്ചിൻ മാത്രമല്ല, എഞ്ചിനും ഗിയർ ബോക്സും മാത്രമല്ലല്ലോ ഫൺ. ആ വണ്ടിയുടെ മൊത്തത്തിലുള്ള കമ്പോഷറും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ദിസ് ഈസ് എ ഗുഡ് പാക്കേജ്. ഐ വുഡ് സേ ദിസ് ഈസ് എ ഗുഡ് പാക്കേജ്. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ സ്പേസ്, എന്താ പറയുക, ബേസിക്കലി സ്പേസ് അല്ലേ, ഫാമിലി മാൻ ബേസിക്കലി വേണ്ടത് സ്പേസാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ നോ, യു ഷുഡ് ലുക്ക് സംവെയർ എൽസ്. ബട്ട് ഇതിനകത്ത് സ്പേസ് ഉണ്ട്, സ്പേസ് ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ അത് നിങ്ങളെ പ്രീതിപ്പെടുത്തുന്ന അത്ര സ്പേസ് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഹോണ്ട സിറ്റിയിൽ ഇതിനകത്ത് ഞങ്ങൾ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ആൾക്കാർ ഈ പറഞ്ഞ പാസഞ്ചർ നമ്മുടെ കുറച്ചുകൂടെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് സ്പേസ് വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ റോഡുകൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടാറിങ്ങൊന്നുമല്ല, ഇത് നല്ല ഇങ്ങനെ ചാടി കിടക്കുന്ന റോഡാണ്. പക്ഷേ നമുക്കിത് ഈ റോഡുകളിൽ കൂടെ പോകുമ്പോൾ ബാക്കിയുള്ള വണ്ടിക്ക് മൊത്തത്തിലൊരു ഇളക്കം കിട്ടും. പക്ഷേ ഇതിൻ്റെ കമ്പോഷർ ഭയങ്കര വ്യത്യാസമാണ്. നമുക്ക് കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക, നമുക്ക് കുറേ കൂടെ സ്പീഡ് എടുക്കാമെന്ന് മാത്രമല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്പീഡ്, നമുക്ക് കൺട്രോളാണ് കുറേ കൂടെ. സ്പീഡ് എടുക്കുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നമുക്ക് കൂടുതൽ കൺട്രോൾ നമുക്ക് കിട്ടുമ്പോൾ, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ സ്പീഡ് എടുക്കും. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ തന്നെ അറിയാതെ എടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതിലെ ഞാനിപ്പോൾ 60-ലാണ് പോകുന്നത്, ഓൾമോസ്റ്റ് 60. ഇവിടെ ഒരു ഹമ്പുണ്ട്, തീർന്നു, ആ ഹമ്പ് തീർന്നു. ഹോണ്ട സിറ്റിയിൽ അവിടെ പതുക്കെ ചാവിട്ടി നിർത്തിക്കൊണ്ടിരുന്ന ഹമ്പാണ്. ഇങ്ങനെയുള്ള ചെറിയ ഹമ്പുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചാടുന്നത് നമുക്കറിയാം, പക്ഷെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല. ആ കാര്യത്തിലൊക്കെ സസ്പെൻഷനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നല്ലത് വേറൊന്നും കൊണ്ടല്ല, നല്ലതാണ്, അടിപൊളിയാണ് സസ്പെൻഷൻ. അപ്പോൾ നല്ല കമ്പോഷറുണ്ട് ഈ സസ്പെൻഷന്. 4000 RPM ചെല്ലേണ്ട കാര്യം തന്നെ ഇല്ല, കാരണം പവർ താഴെ തന്നെ കിട്ടും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കാണിക്കുന്നത് 15.8 ആണ് കിലോമീറ്റർ കാണിക്കുന്നത് നമ്മളിപ്പം ഇത്രയും പോയ യാത്രയിൽ. അതിനകത്ത് കുറച്ച് എന്താ പറയുക, ഈ പറയുന്ന ഈ ട്രിപ്പ് മീറ്റർ, ഫ്യൂൽ എക്കണോമി മീറ്റർ കുറച്ച് അത്ര ഒപ്റ്റിമിസ്റ്റിക് അല്ല. കാരണം ഇത് സ്റ്റാർട്ട്സ് വിത്ത് സംതിങ് ലൈക്ക് 2 അല്ലെങ്കിൽ 3 km/L അങ്ങനെയുള്ളൊരു സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങാറുള്ളത്. പൊതുവെ എല്ലാ വണ്ടിയുടെയും കണ്ടിട്ടുള്ളത് 20 km/L എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാൽക്കുലേഷൻസിലൊക്കെ കുറച്ച് പെസിമിസ്റ്റിക് ആണ്. അത് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ആണെന്ന് എനിക്കറിയില്ല, ഞാനിതുവരെ എടുത്തിട്ടില്ല. പക്ഷേ ഇതുവരെയുള്ള ഫ്യൂവൽ എക്സ്പെൻസസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പയർഡ് ടു ഹോണ്ട സിറ്റി ഇത് മച്ച് ബെറ്റർ എന്ന് പറയത്തില്ല, പക്ഷേ
ലോങ് പോകുമ്പോൾ ഒരു 2-3 കിലോമീറ്റേഴ്സ് കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു മറ്റേതിന് ഏകദേശം ഒരു 15 കിട്ടുന്നുണ്ടായിരുന്നു. ഇതിനിപ്പോൾ ഏകദേശം ഒരു 19 വരെ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വാവ്, കേരളത്തിലെ സ്പീഡ് ഗവർണേഴ്സ് ആണിത്, മൂവിങ് സ്പീഡ് ഗവർണേഴ്സ്. സീ ലുക്ക് അറ്റ് ദിസ്. ഇവർ വർത്താനം പറഞ്ഞു പോവാണോ? സ്കോർപിയോയുടെ ടെയിൽ ലൈറ്റ് ആണല്ലോ. എഞ്ചിന് സ്കോർപിയോയുടെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഈ ചെറിയ ഡ്രൈവ്. തീരാൻ കുറച്ച് നേരം കൂടെ ഉണ്ട്. പോളോ, പഴയ പോളോ. സോ ദിസ് ഈസ് 80, ബട്ട് കമ്പോഷർ എന്ന് പറയുന്നത് അടിപൊളിയാണ്. എൻ്റെ വണ്ടിയാണെന്ന് മാത്രം പറയല്ല കേട്ടോ, കാരണം എൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിൽ ഈ സെയിം വഴി കൂടെ തന്നെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്, ഈ സെയിം റൂട്ട്. കാരണം ഇതെനിക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു റൂട്ടാണ്. പക്ഷേ ഈ റൂട്ടിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സെയിം എക്സ്പീരിയൻസാണ് ഇപ്പോൾ കിട്ടുന്നത്. പക്ഷേ എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറയുന്ന വണ്ടി സ്പീഡെന്നല്ല, വണ്ടിയുടെ കമ്പോഷർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഏത് വണ്ടി വെച്ചാൽ നമുക്ക് സ്പീഡിൽ പോകാം. ഈ പറഞ്ഞ നാനോ പോലും നമ്മൾ ചിലപ്പം ഹൈവേയിൽ നമ്മൾ 80 പൊക്കോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് കാണാം. പക്ഷെ അത് അല്ലെങ്കിൽ ഓൾട്ടോ പോകുന്നത് കാണാം. ഒരിക്കലും സ്പീഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അളവുകളായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കമ്പോഷർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. കാരണം പതിയെ പോയാലും സ്പീഡിൽ പോയാലും ആ കമ്പോഷർ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. ഈ പറയുന്ന സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നല്ല കമ്പോഷറുള്ള നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഇത് തരുന്നതാണ്. തീർന്നു. ഇത് ഹോണ്ട സിറ്റി ആണെങ്കിലും നല്ലപോലെ കാല് കൊടുത്ത് കയറ്റി വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ സെക്കൻഡിലൊക്കെ ആയിരിക്കും ഞാൻ ഓവർടേക്ക് ചെയ്യുക. ഞാൻ കൂടുതൽ ഗിയർ മാറുന്ന ഒരു മനുഷ്യനാണ്, ഒരുപാട് ഡൗൺ ഷിഫ്റ്റുകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനകത്ത് വന്നതിന് ശേഷം വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരുപാട് ഡൗൺ ഷിഫ്റ്റുകളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ പവറല്ല, ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവർ കയറിപ്പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ടോർക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്യേണ്ടി വരുന്നില്ല വണ്ടീനെ. ഒരു തരത്തിൽ അതൊരു ഫണ്ണാണ്, പക്ഷെ മറ്റേതും ഫണ്ണാണ്. എന്നെ ഞാൻ ഒരിക്കലും തള്ളി പറയത്തില്ല. കാരണം ഐ സ്റ്റിൽ ലവ് റെവിങ് എൻ എൻജിൻ. അതൊരു വേറെ ഫണ്ണാണ്. ഹൈ റെപ്സിൽ ഉള്ള, അതുപോലെ തന്നെ ഈ ഹൈ റെപ്സിലുള്ള നമ്മുടെ റെവ് മാച്ചിങ് ഡൗൺ ഷിഫ്റ്റ്സ്, അതൊക്കെ ഇറ്റ്സ് എ വേറെ ലെവൽ ഫൺ. ദിസ് ഈസ് ഓൾസോ എ വേറെ ലെവൽ ഫൺ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യത്തില്ല രണ്ടിനെ തമ്മിൽ. ഒന്ന് നല്ലതാണ്, ഒന്ന് ചീത്തയാണ്, അല്ലെ മറ്റത് മാത്രമാണ് നല്ലത് എന്നൊരിക്കലും ഞാൻ കമ്പയർ ചെയ്യത്തില്ല. ഒന്നിനെയും പൊക്കി പറയത്തില്ല, ഒന്നിനെയും താത്തി പറയത്തില്ല. കാരണം രണ്ടിൻ്റെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. സോ അങ്ങനെ ആരെങ്കിലും തിരിച്ച് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. ചിലർ ഈ പറഞ്ഞ പോലെ സ്ഥിരം ഇപ്പോൾ എണ്ണ എൻജിൻസ് മാത്രം യൂസ് ചെയ്തവർ, ഞാനും അങ്ങനെയായിരുന്നു. എണ്ണ എൻജിൻസ് മാത്രമാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഡീസൽ എൻജിൻസ് ആയിരുന്നു. സോ ഡീസൽ എൻജിൻ ഈ പറഞ്ഞ പോലെ പെട്രോൾ എൻജിൻ്റെ ടർബോയ്ക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഫൺ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡീസൽ എൻജിൻസ് കുറച്ച് ക്രൂഡായതുകൊണ്ടായിരിക്കാം. പക്ഷേ പെട്രോൾ എൻജിൻസ് അതിൻ്റെ ഈ പറയുന്ന പെട്ടെന്ന് റിവ്യൂ ചെയ്യുന്ന നേച്ചർ, പിന്നെ കുറച്ച് സൗണ്ട് കുറവാണ്. നോട്ട് അബൌട്ട് ദിസ് കാർ, ബട്ട് യൂഷ്വലി വളരെ സൗണ്ട് കുറവാണ്. ഇതിൻ്റെ 3 സിലിണ്ടർ ആണെങ്കിലും ആ ഒരു പഴയ ഒരു കാലത്തേക്കൊക്കെ വെച്ച് നോക്കുമ്പം ഇത് ബെറ്ററാണ്. ഉള്ളിലേക്ക് അധികം കേൾക്കത്തില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ പുറത്ത് നിൽക്കുമ്പോൾ സൗണ്ട് ഉണ്ട്, പക്ഷേ ഉള്ളിലേക്ക് ഒരിക്കലും കേൾക്കത്തില്ല. അതെനിക്കൊന്ന് സ്കോഡ ഫോക്സ് വാഗൺ ഗ്രൂപ്പിന് എപ്പോഴും ഉള്ളതാണെന്ന് തോന്നുന്നു. പഴയ 4 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ പോലും അത്യാവശ്യം സൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് ടു തുടങ്ങിയിടത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തുകയാണ്. അപ്പം കുറച്ച് ലോങ് ഡ്രൈവായി പോയോ എന്നൊരു ഡൗട്ട് അല്ലേ. സോ ഈ വീഡിയോ ഇവിടെ തീർക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഹോണ്ട സിറ്റിയുടെ ചെറിയൊരു ഗ്ലിംസ് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.